ഒരു വീട്ടിൽ നൂൽപ്പുകാരനായ 3 സഹോദരിമാർ താമസിച്ചിരുന്നു. അവരിൽ ഇളയവളായ നുസൈബ ഒരു ദിവസം ചന്തയിൽ നിന്നൊരു പൂപ്പാത്രം വാങ്ങി. പണം മുടിക്കാൻ ഓരോന്ന് വാങ്ങി വരും. അതെ അതെ, ഈ പാത്രം കൊണ്ട് എന്താ പ്രയോജനം? അസൂയക്കാരികൾ. ചോദിച്ചതെന്നും തരുന്ന ഒരു മാന്ത്രിക പാത്രമായിരുന്നു അത്. ഇത് മാന്ത്രിക പാത്രമാണെന്ന കാര്യം അവരോട് പറയണ്ട. അവരില്ലാത്ത സമയം നോക്കി അവൾ പാത്രത്തിനോട് ആവശ്യമുള്ളത് ചോദിച്ചു. മാന്ത്രിക പാത്രമേ, എനിക്കൊരു ബിരിയാണി തരൂ, നല്ലൊരു വസ്ത്രം തരൂ. അങ്ങനെ ഇരിക്കെ സുൽത്താൻ ഒരു വിരുന്നൊരുക്കി. നുസൈബയെ വീട് നോക്കാൻ ഏൽപ്പിച്ച ചേട്ടത്തിമാർ വിരുന്നിന് പോയി. അവരറിയാതെ വിരുന്നിൽ പങ്കെടുക്കണം. നുസൈബയും വിരുന്നിൽ പങ്കെടുത്താൻ മടങ്ങുന്നതിനിടയിൽ അവളുടെ കാൽത്തള എവിടെയോ പോയി. രാജഭടന്മാർ പിറ്റേന്ന് കുതിരാലയത്തിൽ നിന്ന് അത് കണ്ടെത്തി. എന്ത് ചന്തമുള്ള കാൽത്തള! ഇത് നമുക്ക് രാജകുമാരന് കൊടുക്കാം. രാജകുമാരന് അത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര ചന്തമുള്ള കാൽത്തള ഏത് സുന്ദരിയുടേതാണ്? അവളെ എനിക്ക് വിവാഹം കഴിക്കണം. രാജകുമാരൻ അവളെ കണ്ടെത്തി വിവാഹം കഴിച്ചു. നുസൈബയ്ക്ക് കൈവന്ന സൗഭാഗ്യത്തിൽ അസൂയ ഉണ്ടായെങ്കിലും ചേട്ടത്തിമാർ അത് പുറത്തു കാണിക്കാതെ അവൾക്കൊപ്പം കഴിഞ്ഞു. അതിനിടെ നുസൈബയുടെ മാന്ത്രിക പാത്രത്തെ കുറിച്ച് അവൾ അറിഞ്ഞു. ഹയ്യടാ, ആ പാത്രം കൈക്കലാക്കണം. മാന്ത്രിക പാത്രത്തിന്റെ സഹായമുണ്ടെങ്കിൽ എളുപ്പത്തിൽ അവരുടെ കഥ കഴിക്കാം. ഒരു ദിവസം ചേട്ടത്തിമാർ നുസൈബയുടെ മുടി കെട്ടിക്കൊടുക്കുകയായിരുന്നു. ഇത് തന്നെ പറ്റിയ തക്കം. അവർ അവളുടെ തലയിൽ ഒരു വലിയ സൂചി കുത്തിയിറക്കി. അയ്യോ! അടുത്ത നിമിഷം അവൾ തലയിൽ സ്വർണ്ണപ്പൂവുള്ള പ്രാവായി മാറി ജനലിലൂടെ പുറത്തേക്ക് പറക്കുകയും ചെയ്തു. ആഹാ, ഇനി അവളുടെ ശല്യമില്ല. ഇതൊന്നും രാജകുമാരൻ അറിഞ്ഞില്ല. പക്ഷെ തന്റെ പ്രിയതമയെ കാണാതെ രാജകുമാരൻ ദുഃഖിച്ചു. എങ്കിലും എന്നെ വിട്ട് എങ്ങോട്ടാണ് അവൾ പോയത്? രാജകുമാരൻ ദുഃഖിച്ചിരുന്ന ദിനങ്ങളിലൊക്കെ ഈ പ്രാവും അവിടെ എത്തിയിരുന്നു. പാവം, എന്നെ പോലെ ഈ പക്ഷിക്കും എന്തോ സങ്കടമുണ്ട്. രാജകുമാരൻ അതിനെ കയ്യിലെടുത്ത് തലോടാൻ തുടങ്ങി. എന്താണ് എന്റെ തലയിൽ സൂചിയോ? പാവം, വേദനിക്കുന്നുണ്ടാവും. രാജകുമാരൻ ആ സൂചി വലിച്ചെടുത്തു. അതോടെ പ്രാവ് നുസൈബയായി. എന്റെ നുസൈബയോ? അതെ, ഞാൻ തന്നെ. അവൾ ഉണ്ടായതെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അതിനിടെ ചേട്ടത്തിമാർ രോഗശയ്യയിലായി. വൈകാതെ അവർ മരിക്കുകയും ചെയ്തു. നുസൈബയും രാജകുമാരനും പിന്നീടുള്ള കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.